ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ മഹാദേവി നമ. ദേവീ ഭക്തിയുടെ പ്രാധാന്യത്തിനാണ് നമുക്ക് കേൾക്കാനുള്ളത്. നമുക്കത് കേൾക്കാം. സാവിത്രി വിടാൻ പാവില്ല, സാവിത്രി വിടാനേ പാവില്ല. വീണ്ടും ചോദിക്കുകയാണ് യമധർമ്മരാജാവോട്. ധർമ്മരാജ, മഹാഭാഗ, വേദവേദാംഗ ഭണ്ഡാകാര, നാനാ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പരമമായ തത്വം എന്താണ്? ഏതാണ് ഉത്കൃഷ്ടമായ പുരാണം? ശുഭപ്രദമായതും നരകത്തിൽ ചെന്ന് പതിക്കാതെ ഇരിക്കുവാനുമുള്ളതും ഇനിയൊരു ജന്മം ഉണ്ടാകാതെ ആവാനുമുള്ള ഉപായം പറഞ്ഞു തന്നാലും. സ്വന്തം ശരീരം ഭസ്മമാകുമ്പോൾ മനുഷ്യൻ മറ്റു ലോകത്തേക്ക് പോകുമെന്നങ്ങ് പറഞ്ഞു തന്നല്ലോ എനിക്ക്. അവർ ഏത് രൂപത്തിലുള്ള ശരീരം കൊണ്ടാണ് ശുഭാശുഭ ഫലങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യമധർമ്മരാജാവ്. സാവിത്രിയുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ യമരാജൻ വിഷ്ണുവിനെ ധ്യാനം ചെയ്തതിനു ശേഷം പറഞ്ഞു, വേദം, വേദാംഗം, ധർമ്മശാസ്ത്രം, ഇതിഹാസങ്ങൾ, സംഹിത, പാഞ്ചരാത്ര, പുരാണങ്ങൾ ഇവയിൽ വെച്ച് ഏറ്റവും ഉത്തമം പഞ്ചദേവാനുസേവനമാണ്. പേര് പറഞ്ഞ പോലെ തന്നെ ശിവൻ, ശക്തി, വിഷ്ണു, ഗണേശൻ, സൂര്യൻ ഇവരാണ് പഞ്ചദേവന്മാര്. ഇവരെ പൂജിച്ചാൽ എന്തൊക്കെയാ ഗുണമെന്നറിയോ? ജനനം, മരണം, ശോകം, വ്യാധി എന്നിവയൊന്നും ഉണ്ടാകില്ല. ഇവരെ പൂജിക്കുന്നവർക്ക് ഒരിക്കലും നരകത്തിൽ പോവേണ്ടി വരികയുമില്ല. താലോക്യാദി ചതുഷ്ടയങ്ങൾ സാധ്യമാവുകയും ചെയ്യും. ദേവീഭക്തി ഇല്ലാത്തവർ മാത്രമേ എൻ്റെ പുരം കാണുകയുള്ളൂ. ഹരിയെ നമസ്കരിക്കുന്നവരും ഹരിയുടെ തീർത്ഥങ്ങളിൽ പോകുന്നവർക്കും ഹരിവാസന നിഷ്ഠർക്കും ഘോരമായ സംയമനീപുരത്തിൽ വരേണ്ടി വരില്ല. ത്രിസന്ധ്യകളിൽ ദേവീപൂജ ചെയ്യാതിരിക്കുന്നവൻ മോക്ഷത്തിന് അർഹനല്ല. താർക്ഷനെ സർപ്പം പേടിക്കുന്നത് പോലെ ശിവപൂജ ചെയ്യുന്നവനെ എൻ്റെ ദൂതന്മാർ ഭയപ്പെടും. ഹരിഭക്തന്മാരുടെ അടുത്തവർ അടുക്കുകയില്ല. മറ്റെല്ലാ സ്ഥലങ്ങളിലും അവർ പോകും. ദേവീ മന്ത്രോപാസകന്മാരുടെ പേരുകൾ ചിത്രഗുപ്തൻ തൻ്റെ നഖാഗ്രം കൊണ്ട് മായ്ച്ചു കളയും. അവരെ സൽക്കരിച്ച് ബ്രഹ്മലോകത്ത് എത്തിച്ച് മണിദ്വീപത്തിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള പുണ്യവാന്മാരുടെ സ്പർശത്താൽ പാപങ്ങൾ ഉണക്കപ്പുല്ലിൽ തീ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ നശിച്ചു പോകും. അങ്ങനെയുള്ളവരുടെ 1000 തലമുറയും ശുദ്ധീകൃതമാവും. 18 28 ഒന്നല്ല. മോഹം പോലും ദേവീഭക്തന്മാരെ കണ്ടാൽ ഭയപ്പെട്ട് മൂർച്ഛിച്ചു പോകുത്രേ. വത്സേ, നരകയാതന അനുഭവിക്കേണ്ടാത്തവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ദേവി ആ ലിസ്റ്റിൽപ്പെട്ടവളാണ്. ഇനി വേദശാസ്ത്രപ്രകാരം ദേഹസ്വരൂപം എന്താണെന്ന് പറയാം. പൃഥ്വി, വായു, ആകാശം, തേജസ്, ജലം എന്നിവയാണ് പഞ്ചതത്വങ്ങൾ. സൃഷ്ടാവ് സൃഷ്ടി നടത്തുമ്പോൾ ദേഹികളുടെ ബീജത്തിന് കാരണമായത് ഈ പഞ്ചഭൂതങ്ങളാണ്. കൃത്രിമവും നശ്വരവുമായതുകൊണ്ട് അത് ഭസ്മമായി തീരുകയും ചെയ്യും. ആ അവസരത്തിൽ അങ്കുഷ്ടമാത്രമുള്ള പരമ്പുമാൻ സൂക്ഷ്മരൂപം ധരിക്കുന്നു. ആ സൂക്ഷ്മദേഹം കത്തുന്ന തീയിൽ ഭസ്മമാകുന്നില്ല. ഒരു തരത്തിലും ആ ദേഹം നശിക്കുന്നില്ല. വേദത്തിൽ പറഞ്ഞ ദേഹത്തിന്റെ സ്വരൂപത്തെ പറ്റിയും കാരണത്തെ പറ്റിയും ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനി നരകകുണ്ടല ലക്ഷണം. യമധർമ്മരാജാവ് വീണ്ടും പറയാൻ തുടങ്ങി. സംയമനീപുരിയിൽ അനവധി കുണ്ടങ്ങളുണ്ട്. എല്ലാ കുണ്ടങ്ങളും പൂർണ്ണചന്ദ്രനെ പോലെ വൃത്താകൃതിയിലുള്ളതും കത്തിത്തിളക്കുന്ന പല കല്ലുകളെ കൊണ്ട് നിർമ്മിച്ചതുമാണ്. 100 മുഴം ഉയരവും 1 ക്രോശം വിസ്താരവുമുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡത്തിന്. അവിടെ നിന്ന് പാപികളായവരുടെ അലമുറകൾ കേൾക്കാം. യമദൂതന്മാരുടെ താടനമേറ്റാണ് അവർ ഉച്ചത്തിൽ നിലവിളിക്കുന്നത്. അടിച്ചടിച്ചടിച്ച് പദം വരുത്തും. നരകങ്ങൾ 86 എണ്ണമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അതിലും അധികം നരകങ്ങളുണ്ട്. 86 ഒന്നും അല്ല, എത്രയോ നരകങ്ങളുണ്ട്. പ്രധാനപ്പെട്ടവയാണ് 86 നരകങ്ങൾ. നമ്മുടെ മറ്റേ ഭാഗവതത്തിൽ 28 നരകങ്ങൾ മാത്രമേ വർണ്ണിക്കുന്നുള്ളൂ. ഈ നരകങ്ങളുടെ വിസ്തൃതിയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ കുണ്ടത്തിലും മലം, മൂത്രം, രക്തം, വസ, മജ്ജ, രേതസ്, ഉപ്പുനീര് തുടങ്ങിയ വൃത്തികെട്ട വസ്തുക്കളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിൽ കിടന്ന് കുളഞ്ഞാണ് പാപിഷ്ഠരായ ജനങ്ങൾ നരകങ്ങൾ അനുഭവിക്കുന്നത്. ഈശ്വര, അറിഞ്ഞുകൊണ്ടാരും പാപം ചെയ്യാൻ പോകില്ല. ഈ ഓരോ കുണ്ടത്തിലും യമരാജാവിന്റെ ഭടന്മാർ ആയുധങ്ങളുമേന്തി പാപം ചെയ്തവരെ താടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അവരവർ ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ കുണ്ടത്തിൽ എത്തിപ്പെടുന്നു. അവിടെ കിടന്നവർ മലമൂത്രങ്ങളിൽ കിടന്ന് കൃമികളെ പോലെ ഇഴയുന്നു.
കൃമികൾ അവരെ കടിക്കുകയും അവർ വിശപ്പ് സഹിക്കാതെ ആ കൃമികളെ തന്നെ ഭുജിക്കുകയും ചെയ്യുന്നു. അയ്യോ അയ്യോ, എന്തൊരു കഷ്ടപ്പാടാണ് ഗുരുവായൂരപ്പ. ആ നരകങ്ങളൊക്കെയും ദുർഗന്ധപൂരിതമാണ്. കന്യാവിക്രയണം ചെയ്യുന്നവർ, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർ, കുട്ടികളെ ഉപദ്രവിക്കുന്നവർ, സ്ത്രീകളെ അപമാനിക്കുന്നവർ തുടങ്ങി പലതരം പാപം ചെയ്യുന്ന മനുഷ്യരെ അവരവർ അർഹിക്കുന്ന കുണ്ടത്തിലിട്ട് കഷ്ടപ്പെടുത്തുന്നു. ശൂലം കൊണ്ട് കുത്തിയും ലോഹദണ്ട് തീയിൽ പഴുപ്പിച്ച് മേലാസകലം പൊള്ളിക്കുകയും ചെയ്ത് നരകയാതന അനുഭവിപ്പിക്കുന്നു. ഇലകുണ്ടങ്ങളിൽ തിളച്ച എണ്ണയായിരിക്കും നിറച്ചിരിക്കുക. പാപം ചെയ്തവരെ ആ തീയിലിട്ട് ശൂലത്തിൽ കോർത്ത് വറുത്തെടുക്കുന്നു. ഇലകുണ്ടങ്ങളിൽ തിളച്ച വെള്ളം നിറച്ച് പാപികൾ അതിലിട്ട് മുക്കി യമദൂതന്മാർ പ്രഹരിക്കുന്നു. അടിക്കുമ്പോൾ ഇറച്ചിയും കൊണ്ട് വരും ഒരു വടീന്റെ മേലേക്ക്. ദേഹത്തിലെ തോല് മുഴുവൻ ഊരിപ്പോയി വെന്ത് നീറി വേദനിച്ചവർ വാവിട്ട് നിലവിളിക്കുന്നു. ഇപ്രകാരം 86 നരകങ്ങളിലും പാപികളായവരെ അവരവരർഹിക്കുന്ന നരകത്തിലിട്ട് പീഡിപ്പിക്കുന്നു. ഈ പറഞ്ഞത് ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. വിസ്തരിച്ചു കേട്ടാൽ ഭയം കൊണ്ട് നാം അപ്പോൾ തന്നെ മരിച്ചു പോകും സാവിത്രി. നരകത്തെപ്പറ്റി, നരകലക്ഷണങ്ങളെപ്പറ്റി ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തന്നില്ലേ. കുട്ടിക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കുട്ടി ഇതിലൊന്നും പെട്ട ആളല്ല. ദേവീ സമുത്കർഷണം എന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത്. വീണ്ടും സാവിത്രി ദേവി ചോദിക്കുകയാണ്, ധർമ്മരാജൻ, മുക്തിക്ക് കാരണഭൂതമായതും പരാശക്തിയിൽ ഭക്തി ജനിപ്പിക്കുവാനും കർമ്മമാകുന്ന വൃക്ഷത്തെ വേരോടെ നശിപ്പിക്കുവാനും അശുഭങ്ങളെ ഇല്ലാതാക്കാനും നരകമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യാനും കഴിവുള്ള ദേവീഭക്തിയെ പറ്റി പറഞ്ഞു തന്നാലും മുക്തി എത്ര വിധത്തിലാണ്, അതിൻ്റെ ലക്ഷണം എന്താണ്, ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ എങ്ങനെ ഇല്ലാതാക്കാം? തത്വജ്ഞാനം ഇല്ലാത്തവരായിട്ടാണല്ലോ ബ്രഹ്മദേവൻ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ടോ, സ്ത്രീകള് തത്വജ്ഞാനമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പടച്ചു വിട്ടതാണ് ഞങ്ങളെ പോലുള്ളവരെയൊക്കെ എന്നാണ് പറയുന്നത്. അല്പം ജ്ഞാനം എനിക്കും ഉപദേശിച്ചു തന്നാലും ജ്ഞാനമില്ലാത്തവർക്ക് ജ്ഞാനം ഉപദേശിക്കുന്നതിൻ്റെ 16 അംശം പോലും വരില്ല യജ്ഞദാന തീർത്ഥത്തിന്റെ ഫലങ്ങൾ. അച്ഛനേക്കാൾ വലിയ ഗുരുവാണ് അമ്മ, അമ്മയേക്കാൾ വലിയ ഗുരുവാണ് പൂജ്യനായ ഗുരു. ഈ ദേവി പറയുന്നു, സാവിത്രി പറയാണ് ചെയ്യുന്നത്. അപ്പം ധർമ്മരാജൻ പറയുന്നു, നീ ആവശ്യപ്പെട്ട വരം ഞാൻ തന്നു കഴിഞ്ഞില്ലേ കുട്ടി, ഇനി ദേവീ ഭക്തിയാകുന്ന വരം ഞാൻ ഇതാ തരുന്നു. ആ മാഹാത്മ്യം പറയുന്നവന്റെയും കേൾക്കുന്നവന്റെയും വംശത്തെ ഉദ്ധരിക്കും. 1000 നാവുള്ള അനന്തനും 5 മുഖമുള്ള മൃത്യുഞ്ജയനും കൂടി ദേവിയെ വർണ്ണിക്കാൻ സാമർത്ഥ്യമില്ല കേട്ടോ. അത്രയും ഗംഭീരാണ്. 3 ലോകവും സൃഷ്ടിച്ച ചതുർമുഖനും വിഷ്ണുവിനും ശിവസുതന്മാരായ ഗണേശനും സ്കന്ദനും ദേവിയുടെ ഗുണങ്ങൾ കീർത്തിക്കാൻ അശക്തരാണ്. 4 വേദം ഹൃദയസ്ഥമാക്കിയ വേദവിത്തുകൾക്കും ദേവിയുടെ ഗുണങ്ങളുടെ 16 അംശം പറയുവാൻ കഴിയില്ല. വാഗ്ദേവിയായ സരസ്വതി, ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികൾ, ദേവർഷികൾ ഇവർക്കാർക്കും ദേവിയുടെ ഗുണങ്ങൾ കീർത്തിക്കാൻ സാമർത്ഥ്യം പോരാ. പിന്നെ നിസ്സാരരായ നാം എന്ത് പറയും? ദേവിയുടെ പാദകമലങ്ങൾ എപ്പോഴും ധ്യാനിക്കുന്ന ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർക്ക് ദേവിയുടെ ഗുണങ്ങൾ കുറേശ്ശെ അറിയാം. എന്നാൽ ദേവിയെ നിരന്തരം ഉപാസന ചെയ്യുന്ന ദേവീഭക്തന്മാർക്ക് കുറച്ചധികം അറിയാം. അതിലും കുറച്ചധികമായി ഗണേശനറിയാം. ശംഭുവിന് മറ്റെല്ലാവരെക്കാളും ദേവിയുടെ ഗുണങ്ങളെ പറ്റി അറിയാം. പണ്ട് രാസമണ്ഡലത്തിലെ ഒരു കാനന പ്രദേശത്ത് വെച്ച് ഭഗവാൻ ഈ ജ്ഞാനം ഹരന് പറഞ്ഞു കൊടുത്തു. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ മഹാദേവന് പറഞ്ഞു കൊടുത്തു. ഹരൻ ഈ ജ്ഞാനം എൻ്റെ അച്ഛനായ ധർമ്മദേവന് പറഞ്ഞു കൊടുത്തു. സൂര്യദേവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ധർമ്മദേവൻ സൂര്യന് പറഞ്ഞു കൊടുത്തു. പിന്നീട് എൻ്റെ അച്ഛൻ തപസ് ചെയ്ത് ദേവിയെ പ്രസന്നയാക്കി. അച്ഛൻ നിർബന്ധിച്ചിട്ട് ഞാൻ രാജ്യം ഭരിക്കാൻ തയ്യാറാവാതെ വിരക്തനായി തപസ് ചെയ്യുവാൻ പോകുകയാണ് ചെയ്തത്. അപ്പോൾ അച്ഛൻ ദേവിയുടെ ഗണങ്ങളെ പറ്റി എനിക്ക് പറഞ്ഞു തന്നു. വേദങ്ങളിൽ പറഞ്ഞ മാതിരി ദേവിയുടെ ഗുണങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ആ ദേവിക്ക് പോലും സ്വന്തം ഗുണങ്ങളെ പറ്റി ശരിയായ അറിവില്ല. അത്രമാത്രം ദേവിക്ക് പോലും അറിയാതെ അത്രയും ഗുണമാണ് ദേവിക്കുള്ളത് എന്നാണ് പറയുന്നത്. ആകാശത്തിന്റെ അതിർത്തി ആർക്കാണ് അറിയുവാൻ കഴിയുക? കഴിയില്ലല്ലോ. ബ്രഹ്മസ്വരൂപിണിയായ ദേവി തന്നെയാണ് പരമാത്മാവും നിത്യസ്വരൂപനും സർവസാക്ഷിയുമായിരിക്കുന്നത്. ആ പരമാത്മാവ് മൂലപ്രകൃതിയോട് ചേർന്ന് സൃഷ്ടിച്ചതാണ് ഈ ജഗത്ത്. ആ പരമ്പുമാൻ തന്നെയാണ് തീയിൽ ദാഹക ശക്തി എന്ന പോലെ മായയോട് ചേർന്ന് നിൽക്കുന്നത്. അവ തമ്മിൽ ഭേദമില്ല. അത്യന്തം സുന്ദരമായ ഗോപാലസുന്ദരി രൂപമാണ് അവൾ.
ആദ്യം കൈക്കൊണ്ടത്. രാസമണ്ഡലത്തിൽ ഗോപസ്ത്രീ പരിവേഷ്ടിതനായും സുന്ദരാകാരത്തോടു കൂടിയവനുമാം നീലനീരദാഭയുള്ളവനും താമരകൾ പോലുള്ള കണ്ണുകളുള്ളവനും മഞ്ഞപ്പട്ടുടയാള ചാർത്തിയവനും വേണുഗാനം മുതിർക്കുന്നവനും പോരാ, കുങ്കുമം, മകിലി, ചന്ദനം, കസ്തൂരി തുടങ്ങിയ ലേപനങ്ങൾ പൂശിയവനും മനോഹരമായ ചമ്പകമാലയും മാലതിമാലയും അണിഞ്ഞവനും മുടിക്കെട്ടിൽ പീലി ചാർത്തിയവനും മനോജ്ഞമായ അളകങ്ങളോട് കൂടിയവനുമായ ആ കമനീയ കോമള വിഗ്രഹത്തെ ഭക്തന്മാർ ധ്യാനിക്കുന്നു. ആ ഈശ്വരനാണ് ഒരേ ഒരു ഈശ്വരൻ. കുറേ ഈശ്വരന്മാരൊന്നുമില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ ഒറ്റൊരാളാണ് പുരുഷൻ എന്നും പറയും. അതുപോലെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആ ഒരാളെ മാത്രമാണ് ഈശ്വരൻ എന്നാണ് ഇപ്പം പറയുന്നത്. ഒരുപാട് ഈശ്വരന്മാരൊന്നുമില്ല. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഭയന്നിട്ടാണ് ബ്രഹ്മാവ് ജഗൽ സൃഷ്ടി നടത്തുന്നതും ഓരോരുത്തരുടെയും കർമ്മം അനുസരിച്ച് കർമ്മഫലം കുറിച്ചിടുന്നതും. അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് വിഷ്ണു കർമ്മങ്ങളുടെയും തപസ്സിന്റെയും ഫലദാതാവായിരിക്കുന്നത്. എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നത് ആ പരമാത്മാവിനെ ഭയന്നിട്ടാണ് ടൗട്ടി. ആ പരമാത്മാവിന്റെ ആജ്ഞ അനുസരിച്ചാണ് വായു വീശുന്നതും ആദിത്യം പ്രകാശം ചൊരിയുന്നതും യഥാസമയം വർഷം ഉണ്ടാവുന്നതും അഗ്നി ജ്വലിക്കുന്നതും ജലം തണുപ്പായിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ ആജ്ഞയാൽ തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും അതാത് സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നത്. ഈ പരമാത്മാവിനെ ഭയന്നിട്ടാണ് കാലാഗ്നി രുദ്രൻ അഖില ജഗത്തിനെയും സംഹരിക്കുന്നതും. അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിച്ച് വായു ജലരാശിയെയും, തോയരാശി കൂർമ്മത്തെയും, കൂർമ്മം അനന്തനെയും, അനന്തൻ ഭൂമിയെയും, ഭൂമി സമുദ്രത്തെയും, സമുദ്രം പർവ്വതങ്ങളെയും ധരിച്ചു കൊണ്ടിരിക്കുന്നു. ക്ഷമാമയിയായ ഭൂമി അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ച് രത്നങ്ങളെ ധരിക്കുന്നു. ആ പൃഥ്വിയിൽ സർവപ്രാണികളും ഉത്ഭവിക്കുകയും നശിക്കുകയും ചെയ്യുന്നു. ദിവ്യമായ 71 യുഗമാണ് ഇന്ദ്രന്റെ ആയുഷ്കാലം. അപ്രകാരം 28ാമത്തെ ഇന്ദ്രന്റെ കാലം കഴിയുമ്പോൾ ബ്രഹ്മാവിന്റെ രാപ്പകലായി. ഇപ്രകാരം 30 ദിവസം കൂടുമ്പോൾ ഒരു മാസമായി, 2 മാസം കൂടുമ്പോൾ ഒരു ഋതുവായി, 6 ഋതുക്കൾ കൂടുന്നത് ഒരു വർഷം. അപ്പോൾ ബ്രഹ്മാവിന് ഒരു വയസ്സ് പൂർണ്ണമാകുന്നു. ഹരി ഒന്ന് കണ്ണടക്കുന്ന സമയം ബ്രഹ്മാവ് നിപതിക്കുന്നു. ആ സമയത്ത് എല്ലാം ലയിച്ച് പ്രാകൃത പ്രളയം തുടങ്ങി കഴിയും. ആ പ്രളയത്തിൽ വിധാതാവടക്കം എല്ലാം ശ്രീകൃഷ്ണന്റെ നാഭീകമലത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന വിഷ്ണുവും വൈകുണ്ഠവാസിയായ ചതുർഭുജനായ വിഷ്ണുവും ശ്രീകൃഷ്ണന്റെ ഇടതുഭാഗത്ത് വിലയിക്കുന്നു. ജ്ഞാനസ്വരൂപനായ ശിവൻ വിഷ്ണുവിന്റെ ജ്ഞാനത്തിലും പ്രവേശിക്കുന്നു. സകല ശക്തികളും വിഷ്ണുമായ ദുർഗയിലും ലയിക്കുന്നു. ആ ദുർഗ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ്. ആ ദുർഗ കൃഷ്ണന്റെ ബുദ്ധിയിൽ പ്രവേശിക്കുന്നു. നാരായണാംശമായ സ്കന്ദനും ആ പരമാത്മാവിന്റെ വക്ഷത്തിൽ പ്രവേശിക്കുന്നു. ബാഹുക്കളിൽ ഗണേശനും പത്മാംശകളായ ആ ശക്തികൾ പത്മയിലും ആ പത്മരാധയിലും വിലയിക്കുന്നു. ഗോപികമാരും ദേവസ്ത്രീകളും രാധയിലും, കൃഷ്ണന്റെ പ്രാണപ്രിയയായ രാധ അദ്ദേഹത്തിന്റെ പ്രാണങ്ങളിലും വിലയിക്കുന്നു. ഇന്നിപ്പം ഇത്ര മാത്രമേ പറയാൻ സമയമുള്ളൂ കുട്ടി സാവിത്രി. ബാക്കി കാര്യങ്ങൾ ഞാൻ എനിക്ക് നാളെ പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യമധർമ്മരാജാവ് തൽക്കാലം ഈ കഥയിൽ നിന്ന് വിരമിക്കുകയാണ്. ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.